അവമാനിച്ചു. അതായത് കൈരളി ചാനലിൽ ഒരു സ്ത്രീ വന്നിരുന്നു, അവരും ഈ റിപ്പോർട്ടർ ചാനലിൽ ഇവരെ അസഭ്യ വർഷമാണ് എന്നെ ചൊരിഞ്ഞത്. നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടോന്ന് എന്നോട് ചോദിക്കണത്. എനിക്ക് സൗന്ദര്യം ഉണ്ടോന്ന്? എനിക്ക് സൗന്ദര്യം, ഞാൻ 66-ാമത്തെ വയസ്സിലേ ഇരിക്കുന്നത്. ഇങ്ങനെ എനിക്ക് ഈ സൗന്ദര്യം മതി, ഇപ്പൊ മതി, ധാരാളം മതി. പിന്നെ ഇതാ അവസാനം പറഞ്ഞ് നിങ്ങളുടെ അമ്മയ്ക്ക് സൗന്ദര്യം ഉണ്ടോ? അമ്മേനെയൊക്കെ ചേർത്ത് പറയണ എന്നെ. അപ്പൊ എന്താ ഉദ്ദേശം? എന്താ ഇവരുടെയൊക്കെ? ആ 2 ചാനലും പാർട്ടി സംബന്ധമായിട്ടുള്ള ചാനലാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ അത്രയും അഹങ്കാരമായിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ തള്ളയ്ക്ക് വിളിക്കലും എനിക്ക് എൻ്റെ സൗന്ദര്യം നോക്കാനാണ് ഈ ചാനലുകാർ ഇവിടെ വന്നത്. അതിന് പറയാൻ ഞാൻ അനുവദിക്കില്ല. എന്തിനും ഞാൻ മറുപടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അവർക്ക് കേസിനു ആ റൈറ്റ് ഉണ്ട്. ഇതിപ്പോ അവർ എന്ത് പറഞ്ഞോണ്ട് കേസിനു? ചാലക്കുടിയിൽ ഇദ്ദേഹം മാത്രമേ ഉള്ളോ കലാകാരൻ? വേറെ ആരും ഇല്ലേ? എന്നാ പിന്നെ കൊള്ളാമല്ലോ. അപ്പൊ ചാലക്കുടിക്കാർക്ക് വേറെ ഒരാളെ ആരും അംഗീകരിച്ചിട്ടില്ലേ? പിന്നെ ചാലക്കുടിയിലുള്ള ഡാൻസ് ടീച്ചറായാലും മാഷന്മാരായാലും ആരും വേണ്ടേ? അപ്പൊ അതൊന്നും നിങ്ങൾ വിധി എഴുതിയേ ചാനലുകാര്? വേറെ ആരും അംഗീകരിക്കൂലേ? അപ്പൊ തിരുവനന്തപുരത്ത് നിങ്ങൾ ആരെ അംഗീകരിക്കുന്നേ? അതും പറ. അത് ശരിയാണ്. അതായത് ഞാന് കലാമണ്ഡലത്തിലെ 16-17 വർഷക്കാലം ബോർഡിലിരിക്കുകയായിരുന്നേ. ഈ ബോർഡിലിരിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ 5 വർഷം പാർട്ടി ഭരിക്കുമ്പോൾ 5 വർഷം ഇരിക്കുന്നവരുണ്ട്. അല്ല 2 വർഷം 2.5 വർഷം കഴിയുമ്പോൾ നമ്മളെ മാറ്റിയിട്ട് വേറെ 2.5 വർഷം വേറെ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ എന്നെ അവര് 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോ മാധ്യമങ്ങൾക്കാര് ചാനൽ വഴിയൊക്കെ പറഞ്ഞെന്തറിയോ? കലാമണ്ഡലം സത്യഭാമേനെ കലാമണ്ഡലത്തിൽ നിന്ന് പുറത്താക്കി. ഇത് ഞാനിവിടെ കേട്ടോണ്ടിരുന്നാണേ. ഇതിനെ സത്യം വെളിപ്പെടുത്താനോ സത്യം പറയാനോ ഞാൻ പോയിട്ടില്ല. അപ്പൊ വായി വന്നത് കോതയ്ക്ക് പാട്ട്. ഇതാണ് ചാനലുകാരെ യോഗ്യത. ഞാൻ അതേ പറയുള്ളൂ. ഇതാണോ പറയണ്ടേ? എന്നെ പുറത്താക്കി. എന്തിനു പുറത്താക്കി? ഞാൻ ഇവിടെ കട്ടുമോട്ടിച്ച പുറത്താക്കാനായിട്ട്? ഒരു പ്രശ്നവുമില്ല. ഞാൻ എൻ്റെ അഭിപ്രായം. പിന്നെയും നിങ്ങൾ അതിനെക്കുറിച്ച് ചുറ്റിപ്പറ്റി ചോദിക്കേണ്ട. ഈ മുൻപ് ഇയാളായിട്ട് ബന്ധമുണ്ടായിരിക്കുന്ന അയാളെ ഞാൻ വല്ലതും പറഞ്ഞതിന് അതെന്തിനാ അങ്ങനെ പിന്നെയും ചോദിക്കുന്നത്? ഇയാളായിട്ട് പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കാൻ ഞാൻ അയാളായിട്ട് വല്ല പേരും പറയാ, വല്ല പ്രശ്നം. ഞാൻ ഇയാളായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്, അതിനോടനുബന്ധിച്ചാണ് ഞാൻ പറയണത് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അതിപ്പോ കേസ് വരുമ്പോ നമ്മളിപ്പോ കാര്യമൊന്നുമില്ല, അതിങ്ങനെ പോവും. നമ്മുടെ ആദ്യം ജില്ലാ കോടതിയിൽ പോവും, പിന്നെ ഹൈക്കോടതിയിൽ പോവും, അത് തന്നെ സുപ്രീം കോടതി വരെ കിടക്കുകയല്ലേ. അതായതാണ് അവരങ്ങ് വളച്ചൊടിച്ചിട്ടുള്ള ഒരു സംസാരമാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ പിന്നെ വിവരമുള്ളൊരു പറഞ്ഞിട്ടുണ്ട്. അതായത് ടീച്ചർ അവിടെ ജാതിയും മതവും പറഞ്ഞിട്ടില്ല, ഒരാളെ വ്യക്തിഹത്യ ചെയ്തിട്ടില്ല. അങ്ങനെ വിവരമുള്ളവർ എന്നെ പലരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തെന്നാ? പിന്നെ ഇവർക്കൊരു ചാനലുകാർക്ക് ഒരു പ്രശ്നം കിട്ടിയിട്ട് അതിനെ വളച്ചൊടിച്ച് 1-ന് 9 ആക്കുന്ന ഒരു പരിപാടി. അത് തന്നെ. എന്താ? അതല്ല, അത് ഈ പറഞ്ഞാൽ ഇവരൊക്കെ പറഞ്ഞത്, പലരും പറഞ്ഞത് ചാലക്കുടിക്കാരൻ എന്നുള്ളത് കൊണ്ടാണെന്നോ. അപ്പൊ ഞാൻ ചോദിക്കുന്ന അതാണ്, ചാലക്കുടിയിൽ ഇയാൾ മാത്രമേ ഉള്ളോ? അതാ ചോദിക്കുന്നേ. നിങ്ങളൊന്ന് സർവേ എടുത്ത് നോക്ക്, വേറെ വല്ലവരും ഉണ്ടോന്ന്. അങ്ങനെ ഒരിക്കലും വരൂല്ല. ഒരു ചാലക്കുടിയിൽ തിരുവനന്തപുരത്ത് ഞാൻ മാത്രമേ ഉള്ളോ? എത്രയോ നർത്തകന്മാരും നർത്തകിമാരും ഉണ്ട്. അപ്പൊ അങ്ങനെ അങ്ങ് അവര് ഉദ്ദേശിച്ച് അങ്ങ് ഇന്ന ആളാണെന്ന് അങ്ങ് ഉറപ്പിക്കുക, അത് പറ്റൂല. തെളിവ് കൊണ്ടുവരട്ടെ. കാലകത്തി വെച്ചല്ലേ സഹോദര മോഹിനിയാട്ടം കളിക്കുള്ളൂ. ആ കളിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറയണ, പുരുഷന്മാര് ചെയ്യുമ്പോ എനിക്ക് ഒരു അരോചകമായിട്ട് തോന്നാറുണ്ട്. അതെന്റെ അഭിപ്രായം. ഇപ്പൊ എവിടെ മോഹിനിയാട്ടം, എവിടെ ഒരു വേദിയിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു മോഹിനിയാട്ടം വല്ലവരും കളിക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്ന് പറഞ്ഞേ. നിശാഗന്ധി ഫെസ്റ്റ് കിടന്നു, എത്രയോ ഫെസ്റ്റുകൾ കിടന്നു. എവിടെയെങ്കിലും ഒരു മോഹിനിയാട്ടം നമ്മുടെ ഗവൺമെന്റ് വല്ലവരും കൊടുത്താ? എന്താ കൊടുക്കാത്ത? എന്ത് കൊടുക്കാത്ത? എന്ത്
നമ്മള് പുരാണങ്ങൾ എടുക്കുമ്പോൾ എന്തെല്ലാം കഥകളുണ്ട്, സ്ത്രീയും പുരുഷനുമായിട്ടുള്ള കഥകള്. അതിനകത്ത് സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്യുന്ന പല കഥകളുണ്ട്. ഈ കഥകളെല്ലാം ഇവര് മോഹിനിയാട്ടക്കാര് ആമ്പിള്ളേര് കളിക്കുകയാണ്. ആരെങ്കിലും ആസ്വദിക്കുക? ഒരു സ്ത്രീ ചെയ്യുന്നതും ഒരു പുരുഷൻ ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. അത് ശരി, സ്ത്രീവേഷം ഫുൾ വേഷം കെട്ടുകയാണ്, ഫുൾ വേഷം കെട്ടുകയാണ് സ്ത്രീയായിട്ട്. ഒരിക്കലും ഒരു പുരുഷൻ വന്നിട്ട് ഞാൻ സ്ത്രീയാന്ന് പറഞ്ഞിട്ട് ആടണില്ല. എല്ലായിടവും വെച്ച് കെട്ടി സ്ത്രീവേഷം വരണം. കോട്ടയ്ക്ക് ശിവരാമനെ കളിക്കുന്ന കണ്ടിട്ടുണ്ടാ? ഏഴയിലൊക്കെ ഇരുന്ന പായലിരിക്കാനുള്ള യോഗ്യതയില്ല ഒരു കഥകളിക്കാർക്കും. അത്ര അടിപൊളിയായിട്ട് ആശാന്റെ അഭിനയം. പെണ്ണെന്ന് പറഞ്ഞ പെണ്ണ് തന്നെ. മരിച്ചു പോയി ആശാൻ, മരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വേറെ പലരും ഉണ്ട്. മാർഗി വിജയകുമാർ, കുറെ സ്ത്രീവേഷം കെട്ടണവരുണ്ട്. ഇവരെല്ലാരും സ്ത്രീയായിട്ട് വരികയാണ്, ആണായിട്ടല്ല കളിക്കുന്നേ. അതുപോലെ ഇവരെല്ലാം വെച്ച് കെട്ടി സ്ത്രീയായിട്ട് വന്ന് കളിക്കട്ടെ. അപ്പോ ഈ ആണിന്റെ വേഷം ഇവിടെ വരെ ഇപ്പൊ ആമ്പിള്ളേര് മൊത്തം ഈ പൊക്കിള് കാണിച്ചാണ് നിൽക്കുന്നത്. അതിന്റെ താഴെ ഇത് ഉടുത്തു കെട്ടുള്ളൂ. ഇവിടുന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് മോഹിനിയാട്ടത്തിന്റെ ഡ്രസ് ഇട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഒന്നുമില്ല. ഉദാഹരണം, ഒരു പൂതനാമോഷം കഥ. കൃഷ്ണൻ പൂതന കൊല്ലാനുള്ള പ്ലാൻ ഇട്ട് കഴിഞ്ഞിട്ട് അവസാനം പൂതനയാണ് മരിക്കണമെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അവൾ എന്താ ചെയ്യുന്നത്? അവള് കൃഷ്ണനെ തന്ത്രപൂർവ്വം അമ്പാടിയിൽ വന്ന് കൃഷ്ണൻ കിടക്കണ മുറിയിൽ ചെന്ന് പാല് കുടിക്കണ പ്രായം അവള് വന്ന് മുലപ്പാൽ ബ്രസ്റ്റില് വിഷം പരട്ടി പാല് കൊടുക്കണ ആനന്ദം. ഇതൊരു പുരുഷ അവതരിപ്പിച്ച് എങ്ങനെ ഇരിക്കും? ഇവിടെ എവിടെ ഇട്ടായിരിക്കും? ഇവിടെ ഒന്നുമില്ലേ? ഇവിടെ വേറെ ഒന്നുമില്ല, ബ്ലൗസും ഇല്ല, ഒന്നും ഇട്ടിട്ടില്ല. ഇതാണ് പുരുഷ വേഷം. പ്രായമുള്ള മോൻ്റെയൊക്കെ പ്രായമുള്ളവർ കളിക്കുന്നത്, പുരുഷന്മാർ കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റത് എന്താന്നാ കാണിക്കുന്നത്? കോട്ടയ്ക്ക് ശിവരാമനാണെങ്കിൽ സ്റ്റേജിൽ വന്നാലേ ഇവിടെ ഇങ്ങനെ ഒരു കെട്ടുണ്ട്, പണ്ടത്തെ നമുക്ക് റേസിയർ പോലത്തെ ഇവിടെ ഒരു കെട്ടുണ്ട്. ഈ കെട്ടാൻ കഴിക്കും. ഈ കെട്ടാൻ കഴിച്ചിട്ട് ഇങ്ങനെ അങ്ങ് പൊക്കിയിട്ട് ആ കൊടുക്കണ രംഗം, പാല് കൊടുക്കണ ഒരു രംഗമൊക്കെ ഉണ്ട്. അതാണ് പുരുഷൻ. അപ്പൊ ഇങ്ങനെയുള്ളവര് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാൻ കാര്യം എന്താന്നാ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡ്രസ്സില്ല ഇപ്പോഴത്തെ ആമ്പിള്ളേർക്ക്. പറഞ്ഞു മനസ്സിലായ? അരക്ക് ഇന്ന് കീഴ്പ്പെട്ടേ ഉള്ളൂ. ഇവര് വന്നിട്ട് ഇങ്ങനത്തെ കഥയൊക്കെ ഇവിടെ എല്ലാം നമ്മൾ പ്രതീക്ഷിച്ചോണം. ഇവിടെ ഇതൊക്കെ ഉണ്ടെന്ന് നമ്മളിവിടെ ഇതൊക്കെ ഉണ്ടെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ കാണാതിരുന്നോണം. അതെന്തൊരു കളി? അപ്പൊ അതിനെ അംഗീകരിക്കുന്ന ഒരാളല്ല ഞാൻ. നിങ്ങൾ എല്ലാവരുടെ അഭിപ്രായം എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. പിന്നെ ഫേസ്ബുക്കിലായാലും ഏതിലായാലും എനിക്കുള്ള എന്ത് വന്നാലും ഞാൻ അതൊരു പരസ്യമായിട്ടേ കൂട്ടിയിട്ടുള്ളൂ. എനിക്കതൊന്നൊരു വിഷയമൊന്നുമല്ല. ഞാൻ അന്തസ്സായിട്ട് ജീവിക്കുന്ന ആളാ. വേറെ ഒന്നും പറയൂലല്ലോ ഇവര്, വേറെ ഒന്നും പറയൂല, അനാവശ്യമൊന്നും പറയാൻ പറ്റൂല്ലോ.